വചനത്തിൻ വഴിയേ സ്വർഗ്ഗത്തിലെത്താം. ആമേൻ, ആമേൻ. യേശുവിന്റെ ഏറ്റവും പ്രിയപ്പെട്ട കുഞ്ഞെ, മുദ്രയിട്ട ഒരു ദൈവവചനം ഇന്ന് നിന്റെ നിരാശയുടെ ഭാരങ്ങളുടെ നടുമുറ്റത്തേക്ക് കർത്താവ് വയ്ക്കുകയാണ്. തന്റെ ജനത്തിന് വേണ്ടി വാദിക്കുന്ന നിന്റെ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഇനിമേൽ പരിഭ്രാന്തിയുടെ പാനപാത്രം നിന്റെ കയ്യിൽ നിന്ന് ഞാൻ എടുത്തു മാറ്റും. നീ ആധി പിടിച്ച് നശിക്കട്ടെ, നീ തീ തിന്ന് ഒടുങ്ങട്ടെ എന്ന് കരുതി നിനക്ക് ഉള്ളിൽ ഭീതി വിതച്ച മനുഷ്യർ നിന്നെ നോക്കി നിൽക്കെ നിന്റെ കയ്യിലെ പരിഭ്രാന്തിയുടെ പാനപാത്രം യേശു വാങ്ങിക്കൊണ്ടുപോകും. ഇനിമേൽ ശത്രുവിന്റെ ക്രോധത്തിന്റെ പാനപാത്രം കുടിച്ച് നശിക്കാൻ ദൈവം ഇടവരുത്തുകയില്ല. ഓർത്താൽ എത്രയോ ശത്രുക്കളാ ചുറ്റും നിൽക്കുന്നത്. അഥവാ ഓർത്താൽ ആരാ മിത്രങ്ങളായി ഉള്ളത്? കയ്യെത്തും ദൂരത്തും കണ്ണത്തും ദൂരത്തും ഉള്ളവര് പോലും നമുക്കൊരു പക്ഷേ ശത്രുക്കൾ. ആദിയും വ്യാധിയും പരിഭ്രാന്തിയും തരുന്നവർ. കർത്താവ് പറയുക, പരിഭ്രാന്തിയുടെ പാനപാത്രം ഞാൻ നിന്റെ കയ്യിൽ നിന്ന് മാറ്റും. ആധി പിടിച്ച് നശിക്കാനുള്ളവനല്ല നീ, ആധി പിടിച്ചുരുകാനുള്ളവളല്ല നീ. കർത്താവിന്റെ ഈ വചനം നിന്റെ ഉള്ളിലെ തീ തിന്നുന്ന അവസ്ഥ പരിഭ്രാന്തി എടുത്ത് മാറ്റട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.